സൂറത്തു ഷർഹ് നമ്മുടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ ടെൻഷൻ മാറാത്തവർക്ക്, ദുഃഖം മാറാത്തവർക്ക് വലിയ പരിഹാരമാണ്. ഇമാമിങ്ങൾ അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയത് കാണാം. അന്നമൻ കതബഹാ ഫീ ഇനാഇൻ, ഒരു പാത്രത്തിൽ ഇത് എഴുതി, പാത്രത്തിൽ എഴുതുന്ന പേന കൊണ്ട് എഴുതുക, എന്നിട്ട് നല്ല പളുങ്ക് പാത്രത്തിൽ പനനീര് വെള്ളം കൊണ്ട് അതിനെ മായ്ച്ച് കുടിക്കുക. സാധാ വെള്ളം കൊണ്ട് മായ്ച്ചാൽ പോരാ, പനനീര് വെള്ളം കൊണ്ട്. എന്നാൽ യസൂലു അൻഹുൽ ഹമ്മു വൽ ഹുസ്നു വളീഖു സ്വദരി. ചിലർക്ക് വലിയ പേടി ഉണ്ടാകും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മനസ്സിന് ഭയങ്കര പേടി, എന്തെങ്കിലും വിഷയം പറയാൻ മനസ്സിന് ഭയങ്കര പേടി, ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേക്ക് ടെൻഷൻ വരിക, ദുഃഖം വരിക. ഇതൊക്കെ മാറിക്കിട്ടാൻ ഷർഹു സ്വദർ അല്ലേ ഈ സൂറത്തു ഷർഹ്, മനസ്സിന് വിശാലത കിട്ടുന്ന സൂറത്തല്ലേ, അത് എഴുതിയിട്ട് ആ വെള്ളം കുടിക്കുക. വളരെ എളുപ്പമാണ്. സാദാ വെള്ളത്തിൽ എഴുതുകയും സാദാ വെള്ളം കൊണ്ട് മായ്ച്ചു കുടിക്കുകയും ചെയ്താൽ ഹിഫ്ളാക്കുന്ന കുട്ടികൾക്കും എന്തെങ്കിലും പഠിച്ചിട്ട് മനസ്സിലാകാത്തവർക്കും വലിയ മരുന്നാണ്. ഉമ്മമാരെ സൂറത്തു ഷർഹ് എഴുതിയിട്ട് പ്ലേറ്റിൽ എഴുതിയിട്ട്, എഴുതുന്ന മഷി കൊണ്ട് എഴുതിയിട്ട് നമ്മളെ വീട്ടിലുള്ള വെള്ളം കൊണ്ട് തന്നെ മായ്ച്ചു കുടിപ്പിക്കുക. എത്ര പഠിച്ചാലും ഉസ്താദെ കുട്ടിക്ക് മണ്ടയിൽ കയറുന്നില്ല, എത്ര പഠിച്ചാലും മനസ്സിൽ നിൽക്കുന്നില്ല. അതിന് വലിയ മരുമരുന്നാണ്. വമൻ ലാസമഹാ അഖിബ സ്വലവാത്തിൽ 15 മർറാത്ത്, 5 ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം ഓരോ നിസ്കാരത്തിന്റെയും ശേഷം സൂറത്തു ഷർഹ് ഓതിയാൽ ഹസല ലഹു തൈസീറു ഫിർ റിസ്ഖി, റിസ്ഖിൽ നല്ല എളുപ്പം അല്ലാഹു തരും. അവനവന്റെ റിസ്ഖ് മുട്ടിപ്പോകൂല. വത്തൗഫീഖു ഫിൽ ഇബാദ, ആരാധനയിൽ അല്ലാഹു വലിയ ഭാഗ്യവും തരും. ഫർളും സുന്നത്തും നിർവഹിക്കാൻ നല്ല ആഫിയത്തും നല്ല അവസരവും നല്ല ഒഴിവും കഴിവും നല്ല മനസ്സും, മനസ്സാ കാര്യമായിട്ട് വേണ്ടത്, നല്ല മനസ്ഥിതിയും ഒക്കെ അല്ലാഹു തരും. തൗഫീഖ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ദ്വാർക്കുന്ന ദുആയിൽപ്പെട്ടൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗഫീഖ ലിമാ തുഹിബ്ബു വമിനൽ അമലി മാ തർളാ. നീ ഇഷ്ടപ്പെടുന്നതിന് നിന്നിൽ നിന്ന് തൗഫീഖിനെ ഞാൻ ചോദിക്കുന്നു. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മുറാദ് ഹാസിലാകാനുള്ളവര് കുറച്ച് നേരെ ഇരുന്നിട്ടൊരു കാര്യം ചെയ്യണം. അതെന്താ? പ്രധാനപ്പെട്ട വല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കാം. ഖളാഉൽ ഹാജത്ത് പറഞ്ഞ ആവശ്യം പൂർത്തീകരിക്കുന്ന നിയത്തോടെ 2 റക്അത്ത് നിസ്കാരം. എന്നിട്ട് ഖിബിലക്ക് മുന്നിട്ടിരിക്കണം. വുളു മുറിയാൻ പാടില്ല എന്ന് കണ്ടീഷനാണ്, അല്ല ത്വഹാറത്തിനുണ്ട്, വുളു മുറിയാൻ പാടില്ല. ഈ സൂറത്തിന്റെ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് ഓതണം. സൂറത്തു ഷർഹിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 103 അക്ഷരം. അപ്പൊ എത്ര വട്ടം ഓതണം? 103 വട്ടം. എന്നിട്ട് എന്താണോ അയാൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ഹാസിലാകാൻ വേണ്ടിയിട്ട് കൈമലർത്തിയിട്ട് അള്ളാഹുവിലേക്ക് ദുആർക്കുക. വഹുവ മുജറബുൻ സ്വഹീഹ്. അല്ലാമ ഇമാം സാബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് സ്വഹീഹായി ജനങ്ങൾ പരിശോധിച്ച് പരിചയിച്ച് പരിശീലിച്ച് അനുഭവിച്ച വിഷയമാണ്. ഒരു തടസ്സം ഉണ്ടാകൂല. പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഹാസിലാകാൻ, അതിനി എന്താണെങ്കിലും ശരി, ഒരു റിസൾട്ട് ആകട്ടെ, അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കുള്ള ബുദ്ധിമുട്ടാകട്ടെ, ഇവിടെ കിട്ടേണ്ട ഒരു വിഷയമാകട്ടെ, കിട്ടാതെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കിട്ടാൻ വേണ്ടി 2 റക്അത്ത് ഇത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ നിസ്കരിക്കേണ്ട നിസ്കാരം ആ നിസ്കാരത്തിന്റെ രൂപത്തിൽ പോകട്ടെ. ആ ഉദ്ദേശത്തിന് വേണ്ടി, എന്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ആ നിയ്യത്ത് കരുതിയിട്ട് 2 റക്അത്ത് നിസ്കാരം ഖളാഉൽ ഹാജത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി. നിസ്കാരം കഴിഞ്ഞ് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഉളൂഇലായി ത്വഹാറത്തിലായി 103 പ്രാവശ്യം സൂറത്തു ഷർഹ് ഓതുക. ശേഷം അല്ലാഹുവിനോട് ദുആർക്കുക. വലിയ സ്വീകാര്യതയ്ക്ക് കാരണമാണ് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ ഇമാം സാബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സൂറത്തു ഷർഹ് മാനസിക വിശാലത കിട്ടാൻ, മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനുള്ള വലിയ മരുന്നാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.